വർഷം 2010. ഒരു ദിവസം രാവിലെ ആഫ്രിക്കയിലെ സാബിസാൻഡിൽ പുതുതായി ഒരു 5 ആൺസിംഹങ്ങളുടെ ഒരു ഗ്രൂപ്പ് എത്തിപ്പെടുകയാണ്. അവരുടെ ലക്ഷ്യമെന്ന് വെച്ചാൽ പുതുതായി ഒരു പ്രൈഡ് ടേക്ക് ഓവർ ചെയ്യുക എന്നതാണ്. സാധാരണ ആൺസിംഹങ്ങളുടെ ഗ്രൂപ്പ് അവരുടെ പ്രൈം സ്റ്റേജിൽ എന്ന് വെച്ചാൽ ഏറ്റവും ആരോഗ്യമുള്ള സമയത്ത് ഒന്നിൽ കൂടുതൽ പ്രൈഡുകൾ സ്വന്തമാക്കും. പുതുതായി വന്ന ഈ 5 ആൺസിംഹങ്ങൾക്ക് ഏകദേശം 5-6 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. 2005-2006 കാലഘട്ടത്തിലാണ് ഈ 5 ആൺസിംഹങ്ങൾ ജനിക്കുന്നത്. ഇവരുടെ ഒറിജിൻ എവിടെ നിന്നാണെന്ന് കറക്റ്റായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. കുർഗർ നാഷണൽ പാർക്കിൽ നിരവധി പ്രൈഡുകളുണ്ട്. അതിലേതോ ഒരു പ്രൈഡിൽ നിന്നാണ് വന്നതെന്ന് അറിയാം. 2010 ഇവർ സാബിസാൻഡിൽ എത്തപ്പെടുകയും അതിനു മുൻപായി കുർഗർ നാഷണൽ പാർക്കിൽ 1-2 പ്രൈഡ് സ്വന്തമാക്കുകയും ചെയ്തിരുന്നു. ഈ കുർഗർ നാഷണൽ പാർക്ക് സാബിസാൻഡ് ഗെയിം റിസർവിനോട് തൊട്ടടുത്ത് തന്നെയാണ് ഉള്ളത്. ഈ 5 ആൺസിംഹങ്ങൾ ആദ്യം സാബിസാൻഡിൽ വന്ന് ചെറിയ രീതിയിലുള്ള വേട്ടയൊക്കെ നടത്തി മടങ്ങുകയായിരുന്നു പതിവ്. പിന്നീട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് പുതുതായി ഒരു പ്രൈഡ് ടേക്ക് ഓവർ ചെയ്യാനുള്ള സൂചനകളൊക്കെ കാണിച്ചു തുടങ്ങി. നല്ല ആരോഗ്യവാന്മാരായ ഈ 5 ആൺസിംഹ ഗ്രൂപ്പിന് ഒരു പേരും കൂടി ഇടുകയാണ്, മജിംഗലാനി മെയിൽസ്. അങ്ങനെ നമ്മുടെ ഈ 5 മജിംഗലാനി മെയിൽസ് സാബിസാൻഡിൽ വന്ന് പുതിയ പ്രൈഡ് ടേക്ക് ഓവർ ചെയ്യാൻ അവിടെയുള്ള ആൺസിംഹങ്ങളെ വെല്ലുവിളിക്കുകയാണ്. ഇങ്ങനെ നേരിട്ട് വെല്ലുവിളിക്കാനെന്ന് ഒരു കാരണവും കൂടിയുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ മജിംഗലാനി മെയിൽസ് ഓൾറെഡി 1-2 പ്രൈഡ് ടേക്ക് ഓവർ ചെയ്ത സിംഹങ്ങളാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷേ ഇവിടെ അവർക്ക് മൊത്തത്തിൽ തെറ്റി. അതിന് കാരണം ആ സമയത്ത് സാബിസാൻഡ് മുഴുവനുമായും 6 മപോഗോ സിംഹങ്ങളുടെ കയ്യിലായിരുന്നു. അവർ ഈ മജിംഗലാനികളെക്കാളും പവർഫുൾ ആയിട്ടുള്ള കൊയാലിഷനാണ്. അവരുടെ കഥ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് കയറി കാണാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ് അത്. നമുക്ക് കഥയിലേക്ക് തിരിച്ചു പോകാം. ഇപ്പം തീർത്തും മുൻഗണന നമ്മുടെ മജിംഗലാനികളുടെ കയ്യിലാണ്. അതിന് കാരണം മപ്പോഗോ മെയിൽസ് 6 പേരും ഈ പ്രൈഡിലില്ല. 2 പേര് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള 4 മെയിൽസ് മപ്പോഗോസിൻ്റെ തന്നെ മറ്റു പ്രൈഡിലാണ് ഉള്ളത്. അങ്ങനെ നമ്മുടെ ഈ 5 മജിംഗലാനികൾ മപ്പോഗോസിലെ മിസ്റ്റർ ടിയെയും കിങ്കി ടെയിലിനെയും ചലഞ്ച് ചെയ്തു. സ്വാഭാവികമായി അവർ ചലഞ്ച് അക്സെപ്റ്റും ചെയ്തു. പക്ഷേ ഈ മജിംഗലാനികളുടെ ഏറ്റവും ഡോമിനൻ്റ് ആയിട്ടുള്ള മജിംഗലാനിക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നു. അവൻ ബാക്കിയുള്ള 4 പേരുടെയും അടുത്ത് നിന്ന് ഇടയ്ക്കിടയ്ക്ക് മാറി ഒറ്റയ്ക്ക് വേട്ടയാടുന്ന ഒരു ശീലം. പക്ഷേ അതൊരു നാശത്തിലാണ് കലാശിച്ചത്. അതിന് കാരണം ഈ ഡോമിനൻ്റ് ആയിട്ടുള്ള മജിംഗലാനി മപ്പോഗോസിൻ്റെ പ്രൈഡുകളുടെ കൂടുതൽ അടുത്ത് ചെന്ന് വേട്ടയാടി. അത് ഈ മപ്പോഗോസ് കണ്ടു. മപ്പോഗോസിലെ മിസ്റ്റർ ടിയും കിങ്കി ടെയിലും തന്നെ കണ്ടെന്ന് ഈ മജിംഗലാനിക്ക് മനസ്സിലായി. ഇനി ഈ മജിംഗലാനിക്ക് ഓടാതെ വേറെ വഴിയില്ല. കാരണം ബാക്കിയുള്ള മജിംഗലാനികൾ തൻ്റെ കൂടെയില്ല. തന്നെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന ഈ 2 ആൺസിംഹങ്ങളോട് ഒറ്റയ്ക്ക് പിടിച്ചു നിൽക്കാൻ ഈ ഡോമിനൻ്റ് ആയിട്ടുള്ള മജിംഗലാനിക്ക് പറ്റത്തില്ല. അത് ഒട്ടും പോസിബിൾ ആയിട്ടുള്ള കാര്യവുമല്ല. അതുകൊണ്ട് മജിംഗലാനിയുടെ ഡോമിനൻ്റ് മേൽ ഓടി. പുറകെ മിസ്റ്റർ ടിയും കിങ്കി ടെയിലും ചേസ് ചെയ്തു. കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ ഈ മജിംഗലാനി പൂർണ്ണമായും മിസ്റ്റർ ടിയുടെയും കിങ്കി ടെയിലിൻ്റെയും മുന്നിൽ പെട്ടു. അവരുമായി പറ്റുന്ന രീതിയിലൊക്കെ പോരാടാൻ നമ്മുടെ മജിംഗലാനി നോക്കി. പക്ഷേ അത് പരാജയപ്പെട്ടു. മപ്പോഗോസിൻ്റെ കൈകൊണ്ട് ഈ മജിംഗലാനി അന്ന് കൊല്ലപ്പെടുകയാണ് ചെയ്തത്. അന്ന് വൈകുന്നേരം തന്നെ നമ്മുടെ ബാക്കിയുള്ള 4 മജിംഗലാനികളും സംഭവ സ്ഥലത്തെത്തി. അവർക്ക് അവിടെ എത്തിയപ്പോൾ തന്നെ കാര്യം മനസ്സിലായി, തൻ്റെ സഹോദരൻ കൊല്ലപ്പെട്ടുവെന്ന്. അവർ പകരം വീട്ടാനായി ഇറങ്ങി. ഈ മപ്പോഗോസിലെ കിങ്കി ടെയിലിനെ അവർക്ക് അന്ന് രാത്രി അവരുടെ കയ്യിൽ കിട്ടി. ഈ 4 മജിംഗലാനീസും കൂടി കിങ്കി ടെയിലിനെ അറ്റാക്ക് ചെയ്തു കൊന്നു. അതിലെ ഒരു മജിംഗലാനി കിങ്കി ടെയിലിനെ ഭക്ഷിക്കുന്നുമുണ്ട്. ഇത്രയും റൂത്ത്ലെസ് ആയിട്ടുള്ള ഒരു കൊയാലിഷൻ സാബിസാൻഡിലെത്തി എന്നുള്ള വാർത്തയും പെട്ടെന്ന് പ്രചാരമായി. അങ്ങനെ ഈ 4 മജിംഗലാനികൾ ആ പ്രൈഡ് മപ്പോഗോസിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തു. ഈ 4 മജിംഗലാനികൾക്ക് പിന്നീട് പേരുകൾ കൂടി ഇടുകയാണ്. കൂട്ടത്തിൽ ഇപ്പം ഏറ്റവും ഡോമിനൻ്റ് ആയിട്ടുള്ള സിംഹത്തിന് ബ്ലാക്ക് മെയിൻ എന്ന് പേരിട്ടു. അത് കഴിഞ്ഞ് ഹിപ്സ്കാർ. ആ പേരിടാനുള്ള കാരണം ആ സിംഹത്തിൻ്റെ ഹിപ്പിൽ ഒരു ഇഞ്ചറി ഉണ്ട്, അതുകൊണ്ട് ആ പേര് നൽകി. അതുപോലെ സ്കാർനോസ്. ഈ സ്കാർനോസിൻ്റെ മൂക്കിൽ ഒരു കറുത്ത മുറിവുണ്ട്. പിന്നെ അവസാനം ഗോൾഡൻ മെയിൻ. അങ്ങനെ ഈ 4 മജിംഗലാനികൾ ആ പ്രൈഡിലെ കുട്ടികളെ ഒക്കെ കൊന്ന് പ്രൈഡ് മുഴുവനുമായി സ്വന്തമാക്കി. പിന്നീട് കുറച്ച് നാളുകൾ നമ്മുടെ മജിംഗലാനീസ് അവരുടെ പ്രൈഡ് വിരഹിച്ചു നടന്നു. അതേ വർഷം തന്നെ നമ്മുടെ ഈ മജിംഗലാനികൾക്ക് പുതിയൊരു വെല്ലുവിളി വരികയാണ്. പുതുതായി ഒരു 3 ആൺസിംഹങ്ങൾ ഇവരെ ചാലഞ്ച് ചെയ്യുകയാണ്.
ഇപ്പം നമ്മുടെ മജിങ്കലാനികൾക്ക് സ്വന്തമായിട്ട് ഈ പ്രൈഡിൽ കുട്ടികളുണ്ട്. അവരെ പ്രൊട്ടക്റ്റ് ചെയ്യണം. ഈ വന്ന 3 ആൺസിംഹങ്ങൾ നമ്മുടെ മജിങ്കലാനീസിനെ നിമിഷ നേരം കൊണ്ട് തോൽപ്പിക്കാനുള്ള ഭാവത്തിലാണ് വന്നത്. പക്ഷേ നമ്മുടെ മജിങ്കലാനീസ് ഈ 3 ആൺസിംഹങ്ങൾ, അവരുടെ പേര് സാൻ റിവർ മെയിൽസ്, ആ സാൻ റിവർ മെയിൽസിനെ നിമിഷ നേരം കൊണ്ട് തോൽപ്പിച്ചു. തങ്ങളുടെ പ്രൈഡ് ലാൻഡിൽ നിന്ന് വിരട്ടി ഓടിച്ചു. അത് കഴിഞ്ഞ് ഒരു 2 മാസം അടുത്തായപ്പോൾ വേറെ ഒരു 5 ആൺസിംഹങ്ങൾ നമ്മുടെ ഈ മജിങ്കലാനീസിനെ ചലഞ്ച് ചെയ്തു. അവരുടെ പേര് സെലാറ്റി മെയിൽസ്. ഈ സെലാറ്റീസ് നമ്മുടെ മജിങ്കലാനികളിലും ചെറുപ്പക്കാരാണ്. പക്ഷേ മജിങ്കലാനികളുടെ പവർ എന്താണെന്ന് അവർക്കറിയില്ലായിരുന്നു. ഈ പുതുതായി വന്ന സെലാറ്റീസിലെ ഒരു സിംഹത്തെ മജിങ്കലാനികൾ കൊന്നു കളഞ്ഞു. ബാക്കിയുള്ള സെലാറ്റീസ് ആ ഫൈറ്റിൽ നിന്ന് പിന്മാറി. പിന്നെയും നിരവധി ചാലഞ്ചുകൾ മജിങ്കലാനികൾക്ക് പിന്നീടുള്ള വർഷങ്ങളായിട്ട് വന്നു. പക്ഷേ അതൊന്നും നമ്മുടെ മജിങ്കലാനീസിന് വിഷയമല്ലായിരുന്നു. അതിന് കാരണം ഇവർ 4 പേരുടെയും ബോണ്ടിങ് ഭയങ്കരമായിരുന്നു. അങ്ങനെ സമയം കടന്നുപോയി. വർഷം 2014. നമ്മുടെ മജിങ്കലാനികൾ സാബി സാൻഡിലെ സൗത്ത് സൈഡിലുള്ള പ്രൈഡ് ടേക്ക് ഓവർ ചെയ്യാനുള്ള പ്ലാനിലാണ്. സൗത്ത് സൈഡ് ഭരിക്കുന്നത് സെലാറ്റീസ് ആണ്. ഇപ്പം 4 സെലാറ്റീസേ ഉള്ളൂ. ഒരു സെലാറ്റി ഈ മജിങ്കലാനികൾ അവരുടെ പ്രൈഡിൽ വന്നപ്പോൾ കൊന്നുകളഞ്ഞായിരുന്നു. അത് കഴിഞ്ഞ് ബാക്കിയുള്ള 4 സെലാറ്റീസ് സാബി സാൻഡിലെ സൗത്ത് സൈഡിൽ ആയിട്ട് കുറച്ച് പ്രൈഡുണ്ട്. ആ പ്രൈഡൊക്കെ ഭരിക്കുമായിരുന്നു. ഇപ്പം മജിങ്കലാനികൾ അവരെ ചലഞ്ച് ചെയ്തിരിക്കുകയാണ്. സെലാറ്റീസ് ചലഞ്ച് അക്സെപ്റ്റും ചെയ്തു. പക്ഷേ അത് സെലാറ്റീസിനൊരു നാശമായിരുന്നു. നമ്മുടെ മജിങ്കലാനി മിച്ചമുള്ള 4 സെലാറ്റീസിലെ 2 പേരെ അന്ന് രാത്രി തന്നെ കൊലപ്പെടുത്തി. മിച്ചമുള്ള സെലാറ്റീസ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. അങ്ങനെ ഇപ്പം മജിങ്കലാനികൾ മൊത്തത്തിൽ സാബി സാൻഡിനെ അകത്തായും പുറത്തായും 6 പ്രൈഡ് സ്വന്തമാക്കി. ഇപ്പം നമ്മുടെ മജിങ്കലാനികൾക്ക് ഏകദേശം 9 വയസ്സായി. അവരുടെ പ്രൈം സ്റ്റേജിൽ തന്നെയാണ് ഉള്ളത്. പിന്നീടുള്ള 2 വർഷം മജിങ്കലാനികൾ സൗത്ത് സൈഡ് ഭരിച്ചു. സൗത്ത് സൈഡ് മാത്രമല്ല, ഇടയ്ക്കൊക്കെ പഴയ പ്രൈഡിലോട്ടും പോകും. അവിടെയും പോയി വേട്ടയാടും. ആ പ്രൈഡിലെ തങ്ങളുടെ കുട്ടികളെയും ഫീമെയിൽസിനെയും പ്രൊട്ടക്റ്റ് ചെയ്യും. ഇപ്പോഴും നമ്മുടെ ബ്ലാക്ക് മെയിൻ തന്നെയാണ് ലീഡർ. അത് കഴിഞ്ഞ് ഹിപ്സ്കാർ ആയിരുന്നു. പക്ഷേ ഇപ്പം സ്കാർനോസ് ആണ്. അതിന് കാരണം ഹിപ്സ്കാറിൻ്റെ ആ പണ്ടുണ്ടായ ഹിപ്പ് ഇഞ്ചുറി ഇപ്പം ഇച്ചിരി മോശാവസ്ഥയിലാണ് ഉള്ളത്. അത് കാരണം പഴയതുപോലെ വേട്ടയാടാൻ ഹിപ്സ്കാറിന് പറ്റിയില്ല. അതുപോലെ പ്രൈഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഹിപ്സ്കാറിന് പറ്റുന്നില്ല. വർഷം 2016. നമ്മുടെ ഈ മജിങ്കലാനികൾക്ക് പുതിയൊരു എതിരാളികൾ വരുവാണ്. അവരുടെ പേര് മറ്റിംബാസ് ആണ്. 2 ആൺസിംഹം മാത്രമുള്ള ഒരു ഗ്രൂപ്പാണ് മറ്റിംബാസ്. അവർ നമ്മുടെ മജിങ്കലാനികളുമായി യുദ്ധം തുടങ്ങി. പക്ഷേ ഇവരെ അങ്ങനെയൊന്നും തോൽപ്പിക്കാൻ നമ്മുടെ മജിങ്കലാനികൾക്ക് പറ്റിയില്ല. ഇരു കൂട്ടർക്കും പരിക്ക് പറ്റി. പിന്നീട് 2 കൂട്ടരും അവരവരുടേതായ പ്രൈഡിലോട്ട് തിരിച്ചു മടങ്ങി. നമ്മുടെ ഹിപ്സ്കാർ ഈ ഫൈറ്റിലൊന്നുമില്ലായിരുന്നു. കാരണം ഓരോ ദിവസം കഴിയും തോറും ഹിപ്സ്കാറിൻ്റെ അവസ്ഥ വളരെ മോശമായി തുടങ്ങി. പിന്നീട് 2017 ഹിപ്സ്കാർ മരണപ്പെടുകയാണ്. ഹിപ്സ്കാറിൻ്റെ മരണശേഷം 1 കൊല്ലം കൂടി ബാക്കിയുള്ള 3 മജിങ്കലാനീസും അവരുടെ പ്രൈഡ് ഭരിച്ചു. 2018 തുടക്കകാലത്ത് ഒരു കാട്ടുപോത്തിനെ വേട്ടയാടുന്നതിൻ്റെ ഇടയ്ക്ക് പരിക്ക് പറ്റി ഗോൾഡൻ മെയിനും മരണപ്പെടുകയാണ്. ഇനി 2 മജിങ്കലാനീസ് മാത്രമേ മിച്ചമുള്ളൂ, ബ്ലാക്ക് മെയിനും സ്കാർനോസും. ഇവർക്ക് 2 പേർക്കും 13 വയസ്സോളമായി പ്രായം. വേട്ടയാടാനും ഫൈറ്റ് ചെയ്യാനുമുള്ള പ്രായമൊക്കെ കഴിഞ്ഞു. അവർ തൻ്റെ പ്രൈഡ് വിട്ട് സ്പ്ലിറ്റായി ഇറങ്ങി. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് 2 സിംഹങ്ങളും വിശപ്പ് മൂലം മരണപ്പെടുകയാണ്. ഏകദേശം 8 കൊല്ലം 4 മജിങ്കലാനി മെയിൽസ് സാബി സാൻഡിൽ ഭരിച്ചു. നിരവധി കുട്ടികൾ ഇന്നും ആഫ്രിക്കയുടെ ഓരോ പ്രൈഡുകളിൽ ഭരിക്കുന്നുണ്ട്. നമ്മുടെ കഥ അവസാനിച്ചിരിക്കുന്നു.